യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം. ഖർക്കീവിലും ഖേഴ്സണിലും നടന്ന ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു, 60 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 48ഓളം ഡ്രോണുകൾ ഖർക്കീവിൽ പതിച്ചതായി മേയർ ഇഹോർ തെരക്കോവ് അറിയിച്ചു. 3 ദിവസമായി ശക്തമായ ആക്രമണമാണ് റഷ്യ യുക്രൈനിൽ നടത്തുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് യുക്രൈനിൽ നടത്തിയ വൻ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി റഷ്യ നൽകുകയാണ്. വിശദാംശങ്ങളുമായി ഐസനുണ്ട്. ഐസൻ, വിവരങ്ങൾ. യുക്രൈനിൽ അതിശക്തമായ ഒരു ആക്രമണമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഖർക്കീവിലും അതുപോലെ തന്നെ മറ്റൊരു നഗരത്തിലും നടന്ന അതിശക്തമായ ആക്രമണത്തിൽ 6ഓളം പേർ കൊല്ലപ്പെട്ടു, 60ലേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന. ചില അനൌദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് 80ഓളം പേർക്ക് പരിക്കേറ്റു എന്ന സൂചനകളും വരുന്നുണ്ട്. ഖെർസണിലാണ് മറ്റൊരു അതിശക്തമായ ആക്രമണം നടന്നത്. ദക്ഷിണ യുക്രൈനിൽ നടന്ന ഈ ആക്രമണത്തിൽ കൂടി 2 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം ഡ്രോണുകളും 2 മിസൈലുകളും പ്രയോഗിച്ചു എന്നാണ് ഖർക്കീവ് മേയർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിശക്തമായ ഒരു ആക്രമണമാണ് നടന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ, അതായത് വ്യാഴാഴ്ച മുതൽ ശക്തമായ ആക്രമണം റഷ്യ യുക്രൈനിൽ തുടരുകയാണ്. നമുക്കറിയാവുന്നതാണ്, ദിവസങ്ങൾക്ക് മുമ്പാണ് അതിശക്തമായ ഒരു ആക്രമണം റഷ്യക്കെതിരെ യുക്രൈൻ നടത്തിയത്. യുക്രൈന്റെ ഡ്രോണുകൾ, വിവിധങ്ങളായ ഡ്രോണുകൾ, അത് അനധികൃതമായി നേടിയ ഡ്രോണുകൾ എന്ന് ആരോപണം ഉയരുന്നുണ്ട് എങ്കിൽ കൂടി അതിശക്തമായ ഒരു ആക്രമണം നടത്തുകയും ഏതാണ്ട് 40ഓളം യുദ്ധവിമാനങ്ങളും അതിന്റെ ഘടകങ്ങളും നശിപ്പിക്കുകയും ചെയ്തു റഷ്യയിൽ. അത്തരത്തിലുള്ള വലിയ ആക്രമണം നടന്നതിന് പിന്നാലെ വിഷയത്തിൽ ട്രംപ് ഇടപെടുകയും ട്രംപുമായുള്ള സംഭാഷണമെല്ലാം തന്നെ പുടിനുമായി ഉണ്ടാവുകയും ചെയ്തു. ട്രംപ് വളരെ കൃത്യമായി ട്രംപിനുമായുള്ള സംഭാഷണത്തിനിടെ പുടിൻ വ്യക്തമാക്കിയത് വലിയ തിരിച്ചടി ഇത്തരം ആക്രമണങ്ങൾക്ക് നൽകുമെന്ന് തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് സമാധാനം ഇനിയും അകലെ എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ ഖർക്കീവിലും ഖെർസണിലും നടന്ന ആക്രമണത്തിൽ 6ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുവരെ, അതായത് ഈ 3 ദിവസമായി തുടരുന്ന ആക്രമണത്തിൽ ഏതാണ്ട് 12ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം, നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.